മന്ത്രി മുഹമ്മദ് റിയാസ്, ആ രക്ഷാ ദൗത്യം നടക്കുന്ന ഇടത്തു നിന്ന് താങ്കൾക്ക് മന്ത്രിക്ക് ലഭിക്കുന്ന അവിടുത്തെ മന്ത്രിമാരുടെ സംഘത്തിലെ അംഗം കൂടിയാണ് താങ്കൾ, മന്ത്രിമാരുടെ ഉപസമിതിയിലെ അംഗം കൂടിയാണ് താങ്കൾ. അവിടെ നിന്ന് എന്തെങ്കിലും ഔദ്യോഗിക വിവരം താങ്കൾക്ക് ലഭിച്ചിട്ടുണ്ടോ? അത് പ്രേക്ഷകരുമായി ഇപ്പോൾ പങ്കുവയ്ക്കാൻ കഴിയുമോ മന്ത്രി റിയാസ്? ഒന്ന്, സാധ്യതയുടെ ഒരു അംശമുണ്ടെങ്കിൽ അത് നഷ്ടപ്പെടുത്താതെ മുന്നോട്ട് പോവുക എന്നുള്ള നിലപാടാണ് സംസ്ഥാന സർക്കാരിനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി രാത്രി വൈകിയാണെങ്കിലും ഈ പരിശോധന നടത്തണം എന്ന നിലപാട് സ്വീകരിച്ചത്. ഇവിടെ നമുക്ക് നിങ്ങളിവിടെ ചൂണ്ടിക്കാട്ടിയതുപോലെ ഇത് എന്താണ് എന്ന് ഇപ്പോൾ പറയാൻ വേണ്ടി പറ്റാത്ത സ്ഥിതിയാണ്. പക്ഷേ അതൊരു മനുഷ്യനാണെങ്കിലോ അവിടെയാണ് സാധ്യതയുടെ ഒരു അംശം. ആ അംശത്തെ പോലും ഒരു തരത്തിലും തിരസ്കരിക്കാതെ മുന്നോട്ട് പോകണമെന്നുള്ള നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. അത് തുടരുകയാണ്. ഇപ്പോൾ ഇന്നത്തെ പൊതുവെ സ്ഥിതി പരിശോധിച്ചാൽ നമുക്കറിയാം, 210 ഡെത്ത് കേസുകളാണുള്ളത്. ഇവിടെ നമ്മൾ അതിൻ്റെ എല്ലാ കണക്കിലേക്കും ഞാൻ പോകുന്നില്ല. ആ 210-ൽ 83 സ്ത്രീകളാണ്, 96 പുരുഷന്മാരാണ്, 29 കുട്ടികളാണ്. ബോഡി ഐഡൻറ്റിഫൈ ചെയ്ത് കൈമാറിയത് 119ആണ്. ഇന്ന് 4 ജീവനുള്ള 4 മനുഷ്യരെ പടവെട്ടിക്കുന്നിൽ നിന്നും രക്ഷപ്പെടുത്താൻ വേണ്ടി സാധിച്ചു. ഇന്ന് 14 മൃതദേഹങ്ങളാണ് കണ്ടെത്തി. അതിൽ 3 എണ്ണം മലപ്പുറം ജില്ലയിലാണ്, 2 എണ്ണം എടക്കര, 1 നിലമ്പൂർ. ബാക്കി 11 എണ്ണം ഈ പറഞ്ഞ വയനാടാണ്. മുണ്ടക്കയിൽ 1, സ്കൂൾ ഏരിയയിൽ 8, വില്ലേജ് ഏരിയയിൽ 2, അങ്ങനെയാണ് 11. എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്തിയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. 6 സോണുകളായി ഇന്നലെ ഞങ്ങളതിനെ തിരിച്ച് വിവിധ ഫോഴ്സുകളുടെയും ഡിപ്പാർട്ട്മെൻറ്റിലെയും അംഗങ്ങളടങ്ങിയ ഓരോ സ്ക്വാഡുകളായി 6 സോണുകൾ മാറി രക്ഷാപ്രവർത്തനം അതിൻ്റെ എല്ലാ ഊർജവും ഒരു ചെറിയ തരി പോലും വെറുതെയാകാത്ത നിലയിലേക്ക് ഉപയോഗപ്പെടുത്തുന്ന നിലയിലേക്കാണ് ശാസ്ത്രീയമായി ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള വലിയ ഫലവും ഉണ്ടായി. ഇപ്പോൾ ചാലിയാർ പുഴ പരിശോധിക്കാൻ 40ഓളം കിലോമീറ്റർ നീളമുള്ള ചാലിയാർ പുഴയിൽ അടങ്ങുന്ന 8 പോലീസ് സ്റ്റേഷനുകളിൽ ഓരോ പോലീസ് സ്റ്റേഷനിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ നേതൃത്വത്തിൽ ജനങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തെരച്ചിൽ നടന്നു. നാട്ടുകാർക്കാണ് പുഴയുടെ സ്വഭാവം അറിയുക. അതുകൊണ്ട് തന്നെ അവരെ ഉൾപ്പെടുത്തുക എന്നുള്ളത് തീർച്ചയായിട്ടും ഇതിൽ പ്രധാനപ്പെട്ടതാണ്. ആ നിലയിൽ ആ പരിശോധനയും നടത്തിപ്പോകുന്ന സ്ഥിതിയുണ്ടായി. ഡ്രോൺ വഴിയുള്ള സർവേ സംവിധാനം NIC-യുടെയും അതുപോലെ ഡ്രോൺ വളണ്ടിയർമാരുടെയും സഹായത്താൽ നടത്തി വരുന്നു. ഹരിതമിത്ര ആപ്പും അതുപോലെ KSEB-യുടെ സംവിധാനവും ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് അത് ചെയ്തിട്ടുള്ളത്. ഏകദേശം 60% എഫക്റ്റഡ് ഏരിയയിലെ സർവേ ചെയ്തു കഴിഞ്ഞു. GPR-ഉം മാപ്പും ഇതിൻ്റെ ഭാഗമായി തയ്യാറാകുന്ന സ്ഥിതി വന്നു. ഇങ്ങനെ സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളുമാണ് രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ക്യാമ്പിൽ കഴിയുന്നവർ. പ്രത്യേകിച്ച് ഈ ദുരന്തമുണ്ടായ ഇടങ്ങളിലെ ആളുകളുടെ 17 ക്യാമ്പുകളിൽ 2303 പേർ 597 കുടുംബങ്ങളിലായി കഴിയുന്നു. അതിൽ 829 പുരുഷന്മാരും 897 സ്ത്രീകളും 576 കുട്ടികളുമാണ് ഉള്ളത്. ആ ക്യാമ്പിൽ അവരുടെ സ്വകാര്യത ഉറപ്പുവരുത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ക്യാമ്പ് എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുകയാണ്. ക്യാമ്പിലെ ചുമതല എല്ലാ ക്യാമ്പുകളിലും ഒരു നോഡൽ ഓഫീസർ എന്നുള്ള നിലയിൽ ഒരു ഉദ്യോഗസ്ഥൻ്റെ ചുമതലയുണ്ട്. ക്യാമ്പ് വളണ്ടിയർമാർ എല്ലാ നിലയിലും അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നു. ക്യാമ്പ് എല്ലാ നിലയിലും അതിന് മുന്നോട്ട് പോകുന്നു. എന്നാൽ അവിടെ മാധ്യമങ്ങൾ ഉൾപ്പെടെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. മാധ്യമങ്ങൾ ഈ 4 ദിവസവും നല്ല നിലയിലാണ് ഇടപെട്ടത്. എന്നാൽ അനാവശ്യമായി ക്യാമ്പിൽ പോയി അവിടെ കഴിയുന്നവരുടെ സ്വകാര്യത തകർക്കുന്നൊരു നിലപാടുണ്ടാകരുത്. നല്ല മഴയാണ് പുറത്ത്, നമുക്കറിയാം. മഴയത്ത് സ്വാഭാവികമായിട്ടും നടക്കുമ്പോൾ കാലിൽ ചളി ഉണ്ടാവും. ആ ചളി പുരണ്ട ചെരുപ്പുമായി ഷൂസുമായി ഈ ക്യാമ്പിലെ മുറികളിൽ കയറുക. ആ ക്യാമ്പിലെ മുറി എന്ന് പറഞ്ഞാൽ അവർ കിടക്കുന്ന സ്ഥലം കൂടിയാണ്. അങ്ങനെയുള്ള ചില രീതികളുമുണ്ട്. അതും ഒഴിവാക്കപ്പെടേണ്ടതാണ്. അതോടൊപ്പം സംഭവം നടന്ന സ്ഥലത്തെ പോയി കാണുക എന്നുള്ളത്, അതൊരു ഡിസാസ്റ്റർ ടൂറിസം പോലെ കണ്ട് പോകാനുള്ള താല്പര്യമെടുക്കുന്ന പല രീതികളുമുണ്ടോ എന്നുള്ളത് ഞങ്ങളിന്ന് ചർച്ച ചെയ്തു. അത്തരം സംവിധാനങ്ങൾ ഒഴിവാക്കണം. ആവശ്യമുള്ളവർ മാത്രം അവിടെ പോവുക. അവിടെ ഇതുമായി ബന്ധപ്പെട്ട് രക്ഷാദൗത്യ പ്രവർത്തനത്തിന് ഇറങ്ങുന്നവർ അവരാണ് അവിടെ പോകേണ്ടത്. മറ്റ് സംവിധാനങ്ങളുണ്ട്,
വിവിധ ഫോഴ്സുകളുണ്ട്, അതിൽ ചുമതലപ്പെടുത്തിയവർ അവിടെ പോകണം. അങ്ങനെയാണ് പൊതുവെ തീരുമാനിച്ചു പോകണം. അതും തീരുമാനിക്കുന്ന സ്ഥിതിയുണ്ടായി. രക്ഷാദൗത്യത്തിൽ പങ്കെടുക്കുന്നവർക്ക് നൽകുന്ന ഭക്ഷണം, ആ ഭക്ഷണം നിയന്ത്രിച്ച് കൃത്യമായി വോളണ്ടിയർമാർ എത്രയുണ്ടെന്നുള്ള കണക്ക് നമ്മുടെ കയ്യിലുണ്ട്. ആ കണക്ക് വെച്ചുകൊണ്ട് വോളണ്ടിയർമാർക്ക് ഭക്ഷണം നൽകുന്ന സ്ഥിതി, നൽകുന്ന ഭക്ഷണത്തിൻ്റെ ക്വാളിറ്റി ഉറപ്പ് വരുത്തണം. കാരണം അത് പ്രധാനമാണ്. രക്ഷാദൗത്യത്തിൽ പങ്കെടുക്കുന്നവർക്ക് ഭക്ഷണം കഴിച്ചതിൻ്റെ ഭാഗമായി ഒരു പ്രയാസമുണ്ടായാൽ അത് പല നിലയിലും ബുദ്ധിമുട്ടുണ്ടാക്കും. അതൊന്നുമില്ലാത്ത നിലയിൽ ക്വാളിറ്റി ഉറപ്പ് വരുത്തുക, ക്വാണ്ടിറ്റി ഉറപ്പ് വരുത്തുക, എണ്ണം ഉറപ്പ് വരുത്തുക എന്നുള്ളതൊക്കെ ഉറപ്പ് വരുത്തി അതിലും കൃത്യമായി നിയന്ത്രണം വരണം. ഒരുപാട് പേർ നല്ല അർത്ഥത്തിൽ നല്ല മനസ്സോടുകൂടി ഭക്ഷണം എത്തിക്കുന്നവരുണ്ട്. പക്ഷേ ഭക്ഷണം ഒരുപാട് അതിൻ്റെ ഭാഗമായി വേസ്റ്റായി പോകുന്ന സ്ഥിതി ഉണ്ടാകരുത് എന്നൊക്കെയുള്ള കാഴ്ചപ്പാടിൻ്റെ ഭാഗമായി ഒരു പൊതു ഇടത്ത് ഇപ്പോൾ ഭക്ഷണം കൊണ്ടുപോകുന്ന ഒരു കേന്ദ്രമാക്കി മാറ്റി അതിൻ്റെ പ്രവർത്തനം നടത്തുന്നു. ഇങ്ങനെ സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും ഓരോ മൈന്യൂട്ടായിട്ടുള്ള ഇടങ്ങൾ പരിശോധിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്യാമ്പായാലും സംഭവസ്ഥലമായാലും ആശുപത്രി ആയാലും ഇനി റെസ്ക്യൂ ഓപ്പറേഷൻ ആയാലും ഇങ്ങനെ സിസ്റ്റമാറ്റിക്കായി ചെയ്തു പോകുന്ന രീതിയും രാവിലെയും വൈകുന്നേരവും ഇത് പരിശോധിക്കുന്ന രീതിയുമുണ്ട്. അത് പരിശോധിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്.